ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഗാസയിലേക്ക് പോവാണ്. ഗാസയിൽ പൊതുവെ UN ഈസ് നോട്ട് അണ്ടർ ത്രെറ്റ്. നമ്മൾ UN ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ജനറലി പീപ്പിൾ ഡോണ്ട് അറ്റാക്ക് യു. സോ ദെയർഫോർ ബീയിങ് വിസിബിൾ ആസ് UN is very important. അപ്പോൾ then we will be fully UN, t-shirt, cap, UN വണ്ടി എല്ലാം UN എന്ന് പറഞ്ഞ അടി കിട്ടുന്ന സ്ഥലമുണ്ടോ? ഉണ്ട്. അതെ. സോ thereafter if you are let's say if you are going to Syria, ഞാൻ 2015 സിറിയയിൽ പോകുന്നതാണ് കെമിക്കൽ വെപ്പൺസിൻ്റെ ഡീകമ്മീഷനിങ്. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. എന്താ പറയുക, ഐസിസ് ആക്റ്റീവായിട്ടുള്ള സമയമാണ്. UN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാർഗറ്റാണ്. ഒരു UN ഒഫീഷ്യലിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിൽ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ UN വാഹനത്തിൽ ബോർഡർ വരെ പോകുന്നു, ലെബനീസ് ബോർഡർ വരെ പോകുന്നു. ലെബനീസ് ബോർഡറിൽ നമ്മളെ മീറ്റ് ചെയ്യുന്നത് പറയുന്നത് അവിടുത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ടാക്സിയാണ്. സംതിങ് വിച്ച് ലുക്ക് സോ അൺസ്പെക്ടാക്കുലർ that you are very unlikely to be in a car like that. Then you go drive through that, then you go to where you are staying, no UN symbol ഒന്നും ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ ഇറാഖിൽ UN എവിടെയായിരുന്നു എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ അതിൻ്റെ താഴെ ഒന്ന് ബോംബ് വെച്ചു. അപ്പോൾ 19 people died. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. സോ ദെയർഫോർ ആ രാജ്യമനുസരിച്ച് നമ്മളുടെ സെക്യൂരിറ്റി കാലിബ്രേറ്റ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ when you travel, for example in Haiti, when you travel, you have to be picked up by the UN Department of Safety and Security with adequate police, not police, അവിടുത്തെ ലോക്കൽ പോലീസ് അത്ര എഫക്റ്റീവ് അല്ല. സോ ദെയർഫോർ ലോക്കൽ സെക്യൂരിറ്റി കള്ളന്മാർക്ക് ചാവി കൊടുക്കാൻ പറയുന്ന അവസ്ഥ അല്ലേ? അതെ. സോ ദേ ഹാവ് ടു പിക്ക് യു അപ്പ് ആൻഡ് ദെൻ ടേക്ക് യു ടു UN designated hotels. അപ്പോൾ 2-3 ഹോട്ടൽസ് മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. എക്സ്ട്രീം കേസസ്, ഫോർ എക്സാമ്പിൾ ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ സാധാരണ രീതിയിൽ പോകുമ്പോൾ അവിടെ ഒരു അൺമാർക്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഹൗസസ് കാണും. അപ്പോൾ UN അക്കോമഡേഷനിലല്ല, അൺമാർക്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ബിക്കോസ് UN ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റ്. സോ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഫ്രണ്ട് ലൈനിലായിരിക്കും സാധാരണ ഗസ്റ്റ് ഹൗസ്. അതിൻ്റെ ഇന്നർ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് ദെൻ സെപ്പറേറ്റ്ലി ഗാർഡഡ് ബൈ ദി ഗൂർഖ ഫോഴ്സസ്. അവർ ഗാർഡ് ചെയ്ത ഒരു ഇന്നർ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ദെൻ വെർ എവർ യു വാണ്ട് ടു ഗോ, ഇറ്റ് ഹാസ് ടു ബി കാലിബ്രേറ്റഡ്, പോയിന്റ് A to point B. എവറി സ്മോൾ ട്രാവൽ ഹാസ് ടു ബി പ്രീ അപ്രൂവ്ഡ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് തിരിച്ചു വരെയുള്ള ഓരോ മിനിറ്റും നമ്മൾ ഈ UN ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ നിയന്ത്രണങ്ങളിലും നിർദ്ദേശങ്ങളിലും മാത്രമായിട്ട് പോകുന്നത്. ആൻഡ് ജനറലി ദ ആർ എക്സ്ട്രീംലി എഫക്റ്റീവ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ ഇത്രമാത്രം ട്രാവൽ ചെയ്തിട്ട് പോലും എനിക്ക് ഒരു സെക്യൂരിറ്റി അനുഭവം പോലും ഉണ്ടായിട്ടില്ല. ഈവൻ ദോ ഐ ഹാവ് ട്രാവൽ ടു ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലേസസ് അറ്റ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം. ഇപ്പോൾ സിറിയയിൽ ഐസിസ് ടോപ്പായിട്ട് നിന്ന സമയത്ത്, കെമിക്കൽ ഡീകമ്മീഷനിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. ബട്ട് ഐ ഹാഡ് നെവർ ഹാഡ് എ പ്രോബ്ലം. Now there are 2 separate challenges. One of them is a gross attack situation. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഓഫീസാണ് നൈജീരിയയിലുള്ള UN ഓഫീസ്. I had an office there, and one day of course there was a car bombing. Car drove in, suicide bombing ആയിരുന്നു, and I think 21 people died. ഞങ്ങളുടെ ഓഫീസ് where I normally used to sit was damaged. If I was there, I would have been affected. But these things happen, unfortunately. പക്ഷേ ഇതിലും കൂടുതൽ പ്രായോഗികമായിട്ട് നമ്മൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ഇത് we are more afraid of small things, such as malaria, for example. Such as a road traffic accident, getting caught in a local, crisis, local സെക്യൂരിറ്റി സിറ്റുവേഷൻ. ഇപ്പോൾ മഗ്ഗിങ് പോലുള്ള, നമ്മൾ സാധാരണഗതിയിൽ ഒരു വലിയൊരു ഐസിസ് പോലുള്ള ത്രെട്ട് അല്ലെങ്കിൽ താലിബാൻ പോലുള്ള ത്രെട്ടല്ല. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അറിയാമല്ലോ സാധാരണഗതിയിലുള്ള ഗാങ്സ്റ്ററിസം. അപ്പോൾ ഈ തരത്തിലുള്ളതാണ് നമ്മളെ കൂടുതൽ ബോധർ ചെയ്യുന്നത്. കാരണം ഒരു ഹെൽത്ത് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ not only have a problem, you also don't have the hospitals which can look after you. ഞാൻ കരിവനിലൊക്കെ പോയ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതായത് ഇയാൾക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ
ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനം പോലും അവിടെ പലയിടത്തും ഇല്ലാതെ You have to be airlifted to somewhere, yeah. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതെ. അത്രയ്ക്ക്, അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ കൈ മുറിഞ്ഞെടുത്ത് സ്റ്റിച്ച് ഇടുന്ന പോലെയാണ് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും അല്ലേ? അതെ, അത്രയും ലാഘവത്വം, അത്ര സിമ്പിളായി കാര്യങ്ങൾ. അതെ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കൽ എൻ്റെ കൊളീഗുമായിട്ട് യുഗാണ്ടയിൽ ഒരു മിഷന് പോയി. യുഗാണ്ട എന്ന് പറഞ്ഞാൽ പൊതുവെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അതൊരു അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രദേശമല്ല. അപ്പോൾ അവിടെ കുറേ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അവരെല്ലാം വന്നു. ആൻഡ് ദേ ആക്ച്വലി ബ്രോഡ് ലോട്ട് ഓഫ് ഇന്ത്യൻ ഫുഡ് എല്ലാമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കൊളീഗുണ്ട്, അവർ ഫിലിപ്പീൻസ് എന്നുള്ള ആളാണ്. ഞങ്ങളെല്ലാം അത് കഴിച്ചു. നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ഷീ ടോൾഡ് മീ, നോ മുരളി, ഐ ഹാവ് സം പ്രോബ്ലം ഇൻ മൈ സ്റ്റൊമക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. In any case, by evening, she felt very severe pain. So she went to the local hospital. And then she called me after 1 hour. She said, മുരളി, എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആൻഡ് സോ ഐ സെഡ്, ഓക്കെ, ഐ വിൽ കം. സോ ഐ റഷ്ഡ് ഇൻ ടു ദെയർ. അവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാൻ അവിടെ പോയി ഒരു മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ യു ആർ നോട്ട് ഫീലിംഗ് വെരി നൈസ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ കീ ഹോളൊക്കെ ആയിട്ട് സർജറി, അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല, പഴയതുപോലെ ഓപ്പണായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. നൗ ഷീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ ആൻഡ് സെഡ്, യു റിയലി വാണ്ട് ടു ഡു ഇറ്റ്. അപ്പോൾ ഷീ ടോക്ക് ടു ഹർ ഹസ്ബൻഡ്. ഹസ്ബൻഡ് പറഞ്ഞു, നോ, യു ജസ്റ്റ് സ്റ്റേ ആൻഡ് ഡു ഇറ്റ്. ബ്രോക്ക് ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ ചെയ്യണമെന്നാണ് വിഷയം. നൗ യു ഹാവ് എ ഡൈലമ. ഇവിടെ ചെയ്യുന്നതാണോ ചെയ്യാതിരിക്കുന്നതാണോ കൂടുതൽ ലെസ് റിസ്കി? ദർസ് എ റിസ്ക് ഇൻ എനി കേസ്. സോ എനിവേ ഐ ജസ്റ്റ് ആസ്ക് ദം ഫോർ ഓൾ ദി ഡീറ്റെയിൽ. എന്നിട്ട് കേരളത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് വച്ച് ട്രാവൽ ചെയ്യുന്നത് സേഫാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പനി ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, പനിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനൊരു, അവർ പറഞ്ഞു, ഓഫ് കോഴ്സ് പ്രയോറിറ്റി നമ്പർ 1 ഈസ് ടു ഡു ഇറ്റ് ദെയർ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് വളരെ അപ്രിഹെൻസീവ് ആണെങ്കിൽ you better fly out. So then we immediately booked a ticket. Within 2 hours we came to the airport. Apparently already drip എല്ലാം കൊടുത്ത് എൻ്റെ ബട്ടർഫ്ലൈ വാൽവൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ ഇങ്ങനെ അടിച്ചു പിടിച്ച്. then we flew out of that. We landed in Geneva. We went straight, ambulance was waiting, went there. അപ്പോൾ പലപ്പോഴും ഈ വലിയ സെക്യൂരിറ്റി ഇൻസിഡൻറ്റോ ബോംബേഴ്സോ ഒന്നും അല്ല നമ്മൾ കുഴപ്പമുണ്ടാക്കുന്നത്. അതുപോലെ നിസ്സാരമായൊരു അപ്പൻഡിസൈറ്റിസ് ആകാൻ നമ്മളുടെ ജീവൻ എടുക്കുന്നത്. നിസ്സാരമായിട്ടുള്ളൊരു കഫക്കെട്ട് കൊണ്ട് ഞാൻ സ്ലൊവേനിയയിൽ വെച്ചൊന്ന് അനുഭവിച്ചതാ. ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് എനിക്ക് ഡോക്ടറെ കാണാൻ പോലും പറ്റിയില്ല. ബിക്കോസ് അവർ ഒരുപക്ഷെ പല കാരണം അവരെ സംബന്ധിച്ച് അത് വളരെ ചെറിയ സംഭവമാണ്. 6 മണിക്കൂർ വെയിറ്റ് ചെയ്യായിട്ട്. 6 മണിക്കൂറല്ല, ഡോക്ടറില്ല, വൈകിട്ടേ വരുള്ളൂ. എനിക്ക് വയ്യ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പനി, അത് ഇത്. അപ്പം തിങ്സ് ആർ നോട്ട് ഫേവർ ടു മൈ തിങ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 ദിവസം നോക്കി എനിക്ക് കുറയുന്നില്ല. ഇവരാണ് ആന്റിബയോട്ടിക് പോലും തരില്ലല്ലോ, ഒന്നും തരില്ലല്ലോ. 2 ദിവസം നോക്കി എനിക്ക് കുറയുന്നില്ല. എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിലവല്ലേ, ഒരു രാജ്യത്ത് പോയി വെറുതെ നിൽക്കുന്ന എനിക്ക് ചിലവാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കുന്നില്ല, ഞാൻ വെറുതെ നിൽക്കുന്നു. ചിലപ്പോൾ മറ്റൊരാൾക്കൊരു ബാധ്യതയായി മാറും, എനിക്ക് എന്തെങ്കിലും അസുഖം വേഴ്സായ ബുദ്ധിമുട്ടാവും. ഞാൻ നെക്സ്റ്റ് നാട്ടിലേക്ക് ഫ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് 1 മാസം ഞാൻ റിക്കവർ ആവാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിലോ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. നമ്മളോരോ റിസ്ക് എടുത്ത രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനെ നോക്കുമ്പോൾ എന്താ ചുമ്മാ ഇവനിങ്ങനെ ഫ്ലൈറ്റിൽ കയറി പോകുന്നു, അവിടെ ചെല്ലുന്നു, ഇവിടെ ചെല്ലുന്നു. നമ്മളവിടെ ചെന്നൊരു ഇതുപോലൊരു പണി കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതാ. സോ ദിസ് ഈസ് വാട്ട് ഈസ് എ ബിഗർ പ്രോബ്ലം. UN generally is very generous that we have a medical evacuation insurance, and ഇതുപോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ചാർട്ട് ചെയ്ത് നമ്മളെ ഇപ്പോൾ ആഫ്രിക്കയിൽ മോസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലേക്കോ ടർക്കിയിലേക്കോ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പ്രൈവറ്റ് പ്ലെയിൻ കിട്ടണ്ടേ. It will take maybe a day or 2. By then appendicitis you are done. അപ്പം അങ്ങനെ അത്. So this is how the UN by and large look after you. So basically what I'm saying is that in very severe security situations we are very well taken care. പക്ഷേ the bigger risk is what is routine which go with the territory. അതിന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ്സ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ഇൻ മൈ മൈൻഡ്.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണോ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇത്രയും വർഷമായിട്ട്? ഇപ്പം എത്ര വർഷമായി UN-ൽ? 25. താങ്കൾ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒത്തിരി എക്സ്പീരിയൻസ് ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമുക്കത് അതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത്, അല്ലേ?